എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2015-16 അക്കാഡമിക് ഇയറിൽ UGC അംഗീകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇല്ലായിരുന്നു. അതേ തുടർന്ന് മീഡിയ 1 ന്യൂസിൽ വന്ന വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫ് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യം, ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം, പെരിയാർ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും ഉന്നയിക്കുകയുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാലിക്കറ്റിലുള്ള സ്റ്റാഫ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാര പരിധി ലംഘിച്ചു എന്നാണ്. അതായത് അധികാര പരിധി ലംഘിച്ചു എന്നാണ്. ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ തെറ്റിച്ചുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലും അണ്ണാമല, ഭാരതിയാർ, പെരിയാർ അഡ്മിഷൻ നടത്തി എന്നാണ് 2016 യൂണിവേഴ്സിറ്റിയുടെ വിഷയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമങ്ങളെല്ലാം കർശനമാക്കാത്തത്, ടെറിട്ടോറിയൽ ജൂറിസെക്ഷൻ്റെ കാര്യമെല്ലാം കറക്റ്റാക്കി അവരുടെ സൈറ്റിലിടാത്തത്? ഭാരതിയാറിനെയും പെരിയാർ യൂണിവേഴ്സിറ്റിയും കുറ്റം പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പോൾ അവർക്ക് ഇക്വലൻസി വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഭാരതിയാറിനും പെരിയാറിനും എല്ലാവരെയും പറ്റിച്ചു കൊണ്ടിരിക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പെരിയാർ യൂണിവേഴ്സിറ്റിക്ക് പബ്ലിക് നോട്ടീസ് ഇറക്കുകയുണ്ടായി UGC. ആ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അണ്ണാമലയ്ക്കും പബ്ലിക് നോട്ടീസ് ഇറക്കി, പക്ഷേ അണ്ണാമലയെ തഴയുകയാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റി ഇക്വലൻസി കൊടുക്കുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസിലിരിക്കുന്നു. UGC അംഗീകാരം കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികൾക്ക് എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഇക്വലൻസി കൊടുക്കുന്നത്? ഇതിലെനിക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികളെല്ലാം ചേർന്ന്, അതായത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിലെയും പെരിയാർ യൂണിവേഴ്സിറ്റികളിലെയും ഇക്വലൻസി വാങ്ങിച്ചവർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യണം കോടതിയിൽ. എന്നാലേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. അതുപോലെ തന്നെ ഇവർ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റികൾക്ക് ഇക്വലൻസി വാരി കൊടുക്കുകയാണ്. യാതൊരു അധികാരപരിധിയുമില്ലാതെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയും പെരിയാർ യൂണിവേഴ്സിറ്റിയും അതുപോലെ അണ്ണാമല യൂണിവേഴ്സിറ്റിയും ഒക്കെ കോഴിക്കോട്ട് നിരവധി സ്ഥാപനങ്ങൾ പരീക്ഷ നടത്തുന്നു, അവിടെ കുട്ടികൾ പഠിക്കുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. ഒരു സംശയം ചോദിക്കാൻ ഞാൻ ഇത് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ ഭാരതിയാറിന് കാലിക്കറ്റ് ഇക്വലൻസി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവ് ഇല്ല. 15 to 23 വരെ അംഗീകാരം ഇല്ല. അപ്പോൾ 22 വരെ ഉള്ളത് സുപ്രീം കോടതി കേസിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി കൊടുക്കാൻ പാടില്ലല്ലോ സാർ. ഡിസ്റ്റൻസിന് കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു ഇത് അറിഞ്ഞായിരുന്നു. അതാണ് ഞാൻ വിളിച്ചത്. യൂണിവേഴ്സിറ്റിക്ക് അപ്രൂവൽ ഇപ്പോൾ ഇല്ലാത്തതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യണ ഏതെങ്കിലും ഇതിന് കൊടുക്കുന്നുണ്ടോ? ചില കോഴ്സുകൾക്ക് ഭാരതിയാറിന്റെ ഡിസ്റ്റൻസിനുള്ള ഇക്വലൻസി കൊടുക്കും. BA ഇംഗ്ലീഷിനൊക്കെ ഇക്വലൻസി. നിലവിലിപ്പോൾ കോടതി എല്ലാവരും സപ്പോർട്ട് ചെയ്താണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത്. ഏത് കോടതിയായാലും അത് നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമത്തിന്, നമ്മുടെ റിട്ടേൺ നിയമത്തിന് എതിരായിട്ടൊരു ജഡ്ജ്മെന്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്പീൽ പോവാണ് പ്രൊസീജിയർ. നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമത്തിന്, നമ്മുടെ റിട്ടേൺ നിയമത്തിന് എതിരായിട്ടൊരു ജഡ്ജ്മെന്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അവർ അംഗീകാരമില്ലാതെ ഒരു കോഴ്സ് നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് വന്ന് നമ്മളോട് അംഗീകാരം തരാൻ പറഞ്ഞാൽ റിട്രോസ്പെക്റ്റീവ് അംഗീകാരം കൊടുക്കാനുള്ള ഒരു എക്സിസ്റ്റിംഗ് നിയമം അത് അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെ അനുവദിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാനും കഴിയും. ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഈവൻ സുപ്രീം കോർട്ട് ഓർഡറും ഉണ്ട്, എ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാൺട്ട് ഓഫർ പ്രോഗ്രാം ബിയോണ്ട് ദ സ്റ്റേറ്റ്. ഓക്കെ.